ഇന്ന് വന്നിട്ടുള്ളത് ഒന്ന് ബ്രോഡ്വേ വരെ പോവുകയാണ്. ക്രിസ്മസ് സീസണൊക്കെ അല്ലേ, അപ്പം നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. കാണാൻ മാത്രമല്ല, എനിക്ക് വീട്ടിലേക്ക് കുറച്ച് ലൈറ്റ്സൊക്കെ മേടിക്കണമായിരുന്നു. എനിക്ക് ഈ ലൈറ്റ്സ് പിന്നെ ഈ ഡെക്കറേഷൻസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ പോയി കാണാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഉത്സവപ്പറമ്പ് അങ്ങനത്തെ പള്ളിപ്പെരുന്നാൾ അങ്ങനത്തെ ഈ ലൈറ്റൊക്കെ കത്തി കിടക്കുന്ന എവിടെയായാലും എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ബ്രോഡ്വേ ഇപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിയിലായിരുന്നു ഇരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നല്ല രസമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തിയത്. കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ സൺഡേ ആയിരുന്നു. പിന്നെ അറിയാമല്ലോ എറണാകുളത്തെ സ്ഥിതി, നല്ല ബ്ലോക്കായിരുന്നു. കഷ്ടപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ദേണ്ട കിടക്കുന്നു അവിടെ അതിലേറെ തിരക്ക്. ഒരു ഇഞ്ച് കാല് വെക്കാൻ പോലും സ്ഥലമില്ലാത്ത പോലെ. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, ഈ സ്ഥലത്ത് കുറച്ച് തിരക്ക് കുറവായിരുന്നു. ശരിക്കും നമുക്ക് പോകേണ്ടത് മാതർ ബസാറിലാണ്. അവിടെയാണ് നമുക്ക് ക്രിസ്മസിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്നത്. അത് ഇവിടെ എത്തിയപ്പോൾ നല്ല നല്ല രസമുള്ള ഐറ്റംസ് ഉണ്ട് കുറേ. എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം വാരിക്കോരി എടുക്കണം എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ശരിക്കും ഒരു ലൈറ്റ് വാങ്ങാൻ വേണ്ടി മാത്രമായിട്ടാണ് വന്നത്. അത് വാങ്ങി പിന്നെ കുറേ പേര് കുറേ സാധനങ്ങൾ ഷോപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇനി ലൈറ്റൊക്കെ കത്തി കിടക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. എന്തോ ഭയങ്കര നല്ല രസമുണ്ട്. കണ്ടിട്ട് വീഡിയോയിൽ അത്ര രസമുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്രിസ്മസ് അപ്പന്മാരൊക്കെ പലതരത്തിലാണ് നിൽക്കുന്നത്, ചാടിയും ഓടിയും ഒക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അതാ ഈ പേപ്പർ കൊണ്ടിട്ടുള്ള സ്റ്റാറുണ്ട്. ഇപ്പോൾ പൊതുവെ ആൾക്കാർ ഇത് മേടിക്കുന്ന കുറവാണല്ലോ. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആട്ടിടയന്മാരും മലകന്മാരും, എനിക്ക് എല്ലാവരും പേരൊന്നും അറിയത്തില്ല, എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് കണ്ട ഈ ചേട്ടന്മാരൊക്കെ സഞ്ചിയായിട്ടൊക്കെയാണ് പോകുന്നത്. കുറേ ചാക്കിലൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടാണ് പോകുന്നത്. കുറേ പേര് അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് പോകുന്നവരുണ്ട് കേട്ടോ. കാരണം ഇവിടെ കുറച്ച് ചീപ്പായിട്ട് കിട്ടും എന്നുള്ളതും കൊണ്ട് എല്ലാവരും നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളും വന്ന് പർച്ചേസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻസൊക്കെ എവിടം വരെ ആയി എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പിന്നെ എന്താണ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. നല്ല തിരക്കായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ട് പുറത്തെത്താൻ നോക്കുന്നത്. ഇതിൻ്റെ അറ്റത്തൊന്ന് എത്തിപ്പിടിക്കണം, പക്ഷേ ഇതുവരെ എത്താൻ പറ്റിയിട്ട്. പക്ഷേ തിരക്കൊക്കെ ആണെങ്കിലും കണ്ണിന് നല്ല കുളിർമ തരുന്ന കാഴ്ചകളായതുകൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റി. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. പിന്നെ ഒരു കാര്യം, 100 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്, എൻ്റെ ഈ ജേർണിയുടെ ഒരു ഭാഗമായതിനും എന്നെ സപ്പോർട്ട് ചെയ്തതിനും. ഇനി ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള എല്ലാ നല്ല കണ്ടന്റുകളും കൊണ്ടുവരും. പിന്നെ ഞാൻ ആക്ച്വലി ഈ ചാനൽ തുടങ്ങുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഇടുന്നില്ല, പക്ഷേ വൈകാണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.